ഇപ്പോഴത്തെ നമ്മുടെ ബ്രെയിനെ കുറച്ചുകൂടി കപ്പാസിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഒന്ന് റീവയർ ചെയ്തൊക്കെ ഒന്ന് നിങ്ങളുടെ കുട്ടപ്പനാക്കി എടുത്താൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചിന്തിക്കാൻ പറ്റും, ഓർമ്മശക്തി ഉണ്ടാവും, നമ്മൾ ഫോക്കസ്ഡ് ആവും, നമുക്ക് നല്ല നല്ല ഐഡിയാസ് കിട്ടും, പഴയ പല ദുശീലങ്ങളെയും പെട്ടെന്ന് നമുക്ക് നിർത്താൻ പറ്റും, നല്ല പല ശീലങ്ങളെയും നമുക്ക് പുതിയതായിട്ട് പെട്ടെന്ന് ആരംഭിക്കാൻ പറ്റും, ഡിസിപ്ലിൻ ഉണ്ടാവും, ഒരുപാട് ഗുണങ്ങൾ ഈ ബ്രെയിൻ റീവെയർ ചെയ്താൽ കിട്ടുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ബ്രെയിൻ റീവെയർ ചെയ്യാന്നാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ആ പഴയ പാറ്റേൺ ഉണ്ടല്ലോ, അതിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട്, പഴയ അലസതയുടെയും മടിയുടെയും ഒക്കെ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുതിയ ബ്രെയിനെ എങ്ങനെ സൃഷ്ടിക്കാമെന്നാണ്. നമ്മുടെ ബ്രെയിൻ എങ്ങനെ റീവെയർ ചെയ്യാന്ന് ചിന്തിക്കുമ്പോഴേ നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു ടേം. എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാലേ, നമ്മുടെ ബ്രെയിനിന് തന്നെ സ്വയം മാറാനുള്ളൊരു കഴിവുണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിനെയാണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ പഴയ നമ്മളിൽ നിന്നും കുറച്ചും കൂടി ബെറ്ററായ പുതിയൊരു നമ്മളായിട്ട് നമ്മുടെ ബ്രെയിനിനെ മാറ്റാൻ പറ്റും, അഥവാ നമ്മളെ നമുക്ക് മാറ്റാൻ പറ്റും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി നടക്കുമ്പോൾ ഈ രണ്ട് ന്യൂറോൺസിനിടയിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, സൈനാപ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു കണക്ഷൻ, അത് കുറച്ചും കൂടി ബെറ്റർ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവുന്നത് കൊണ്ടുകൂടിയാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ അറ്റൻഷൻ സ്പാൻ കൂടുന്നത്, നമുക്ക് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാനൊക്കെ കഴിയുന്നത്. ഒരു മനുഷ്യൻ സക്സസ്ഫുൾ ആവുന്നതിനെ കുറിച്ച് നമ്മൾ പഠനം നടത്തുമ്പോഴേ ആക്ച്വലി ടാലന്റ് അല്ല അയാളെ സക്സസ്ഫുൾ ആക്കുന്നത്. സക്സസ്ഫുൾ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യാനുള്ള കഴിവാണ് ആക്ച്വലി ഒരാളെ സക്സസ്ഫുൾ ആക്കുന്നത്. അയാൾക്ക് ഇത്തിരി ടാലന്റ് ഒക്കെ കുറഞ്ഞാലും ഡിസ്ട്രാക്ഷൻസിനെയൊക്കെ മറികടന്ന് ഫോക്കസ്ഡ് ആയിട്ട് തൻ്റെ ജോലി വർഷങ്ങളോളം ചെയ്യാൻ ഒരാൾക്ക് കഴിവുണ്ടോ, അയാളാണ് സക്സസ്ഫുൾ ആവുന്നതെന്നാണ്. സോ ഫോക്കസ് എന്ന് പറയുന്ന ഒരു പോയിന്റിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. സോ നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ആക്ച്വലി ഫോക്കസ് വേണം. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി നടക്കുമ്പോൾ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതാണ്. അപ്പം എങ്ങനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അതങ്ങ് ചെയ്താൽ മതിയല്ലോ, നമ്മുടെ ബ്രെയിൻ മാറും, നമ്മുടെ ബ്രെയിൻ റീവയർ ചെയ്യപ്പെടും. ഫേസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷനാണ്. നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏതൊരു തൊഴിലും എടുക്കുക, എത്ര കണ്ട് ഒരാൾ അയാളുടെ തൊഴിൽ റിപ്പീറ്റേഷൻ നടത്തുന്നോ അത്ര കണ്ട് അയാൾ അവിടെ പ്രോയാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആക്ടർ ആയിക്കോട്ടെ, അയാൾ രാവിലെ എഴുന്നേറ്റ് അയാൾ അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. വർഷങ്ങളോളം അയാൾ റിപ്പീറ്റേഷൻ നടത്തി വരുമ്പോൾ ഒരു മൊമെൻറ്റിൽ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും അയാൾ വന്ന കാലത്തേക്കാൾ എത്രയ്ക്കോ ഇയാൾ ഇമ്പ്രൂവ്ഡ് ആയി. അയാൾ പോലും ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അയാൾ പോലും അറിയാതെ അയാളുടെ ബ്രെയിൻ അയാളെ ഇമ്പ്രൂവ് ചെയ്തു. അഭിനയവുമായി സംബന്ധിച്ച എല്ലാ മേഖലകളിലും അയാളിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഏതും ആയിക്കോട്ടെ, മ്യൂസീഷ്യൻസ് ആയിക്കോട്ടെ, ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങൾ നോക്കുക, തുടക്ക സമയത്തിൽ അവരുടെ കരിയറിൽ വന്ന പോലെ ആവില്ല. വർഷങ്ങളോളം റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ജോലി തന്നെ ചെയ്ത് പോകുമ്പോൾ ലോങ് ടേമിൽ അവർക്കുണ്ടാകുന്ന ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പലപ്പോഴും അവർ പോലും അറിയാതെ ഇമ്പ്രൂവ്മെന്റ് അവിടെ സംഭവിക്കുന്നുള്ളതാണ്. അറിഞ്ഞുകൊണ്ട് ഇമ്പ്രൂവ്മെന്റ് സംഭവിക്കും, അറിയാതെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാൽക്കം ഗ്ലാസ്വെല്ലിന്റെ ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ ഒരു തിയറി പറയുന്നുണ്ട്. ഏതൊരാളും ആയിക്കോട്ടെ, അയാളുടെ ഒരു കരിയറിൽ ഏറ്റവും പ്രോയാവണം അല്ലെങ്കിൽ വിദഗ്ധനാവണം എന്നുണ്ടെങ്കിൽ 10,000 മണിക്കൂർ എന്താണ് അയാളുടെ ജോലി അതങ്ങ് ചെയ്താൽ മതി. അയാൾ പോലും അറിയാതെ അയാൾ അവിടെ പ്രോയാവും, വിദഗ്ധനാവും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ കരിയർ എന്താണോ അവിടെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഒരു 10,000 മണിക്കൂർ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മേഖലയിൽ വിദഗ്ധനാവും. പറഞ്ഞു വന്നത് ഇങ്ങനെ റിപ്പീറ്റേഷൻ നടത്തുമ്പോൾ നമ്മൾ ആ മേഖലയിൽ പ്രോയാവും, ന്യൂറോപ്ലാസ്റ്റിസിറ്റി നടക്കുന്നൊക്കെയാണല്ലോ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. വെറുതെ ബോറടിച്ച് ആർക്കോ വേണ്ടി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മൾ റിപ്പീറ്റേഷൻ നടത്തുകയാണെന്ന് വിചാരിക്കുക, അത് ബ്രെയിനെ മോശമായിട്ടാണ് ബാധിക്കുക. സോ അവിടെ ഒരു ഫീൽ ഉണ്ടാവണം, അവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം, എന്നാലേ നമ്മുടെ ബ്രെയിൻ റീവയർ ചെയ്യൂ എന്നുള്ളതാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി വർക്ക് ആവും. സോ നമ്മൾ വെറുതെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നതിന് പകരം നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണം, ഒരു ഫീൽ ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ കഥ എല്ലാം നോക്കുക, അവിടെയൊക്കെ ഈ ഫീലിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നു, സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാന്ന് പറയുന്നു. അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഫീൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്യണം എന്നൊക്കെ പറയും. ഈ ഫീലാണ് ബ്രെയിനിന്റെ ഭാഷ. സോ ഫീൽ ഉണ്ടാവണം, എന്നാൽ മാത്രമേ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വർക്ക് ആവും. യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് ഓഫ് ലണ്ടനിൽ ഒരു പഠനം നടത്തി. 4 വർഷമായിരുന്നു ആ പഠനം നടത്തിയ കാലാവധി. കുറേയേറെ ടാക്സി ഡ്രൈവേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവരിലായിരുന്നു ആ പഠനം നടത്തി. അവരോട് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 50,000 ലാൻഡ് മാർക്സും
ഒരു 25,000-ഓളം റോഡുകളുടെ വഴികളും പറഞ്ഞു കൊടുത്തു. ഇവരോട് അത് ഓർമ്മിച്ച് വെക്കണം, നിരന്തരം അത് ഓർമ്മിച്ച് വെക്കണം, അത് മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അവരൊക്കെ കുറച്ച് കാലത്തോളൊക്കെ എഫേർട്ട് ഇട്ടിട്ട് അത് പഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 4 വർഷമൊക്കെ ആയ സമയത്ത് അവരുടെ MRI നോക്കിയപ്പോൾ അവരുടെ ഇപ്പോ ക്യാമ്പസിന് സാധാരണ ആളുകളെക്കാളും സൈസ് കൂടുതലായിരുന്നു അത്ര. എന്നാൽ 1, 2, 3 റൂട്ടുകളിലൂടെ മാത്രം പോകുന്ന ബസ് ഡ്രൈവേഴ്സിലാണെങ്കിലോ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ നിരന്തരം നമ്മൾ നമ്മുടെ തലച്ചോറിന് ചലഞ്ചസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോഴും നമ്മുടെ ബ്രെയിനിൽ ഒരു മാറ്റങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, റീവേഴ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതൊരു ചലഞ്ചാണല്ലോ. ഇപ്പോൾ ഒരു പുതിയ ഭാഷയായിരിക്കട്ടെ, എങ്ങനെ നമുക്ക് പഠിച്ചേ പറ്റൂ. കാരണം പഴയ പോലൊന്നും അല്ല. ഇപ്പോൾ വർഷം ലോകക്രമം മാറുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു കരിയറിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മാറി വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് പഠിക്കണം. സോ ഈ പഠനങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനെ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. നമ്മുടെ ബ്രെയിൻ റീവയർ ചെയ്യണം. ആ മേഖലയിൽ എന്തൊക്കെയാണ് ന്യൂറോൺസിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ബ്രെയിനിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, നമ്മുടെ ബ്രെയിൻ നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകൾക്കനുസരിച്ച് മാറുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മാറ്റത്തൊക്കെ നല്ല രീതിയിലോട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ വീഡിയോകൾ ഉണ്ടല്ലോ, ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞ വീഡിയോസ്, അത് നിരന്തരം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഡോപ്പമിൻ്റെ ആ സിസ്റ്റം തന്നെ ബ്രേക്ക് ആവുമെന്നാണ് പറയുന്നത്. പെട്ടെന്ന് അവരിങ്ങനെ സ്ക്രോൾ ചെയ്യും, പെട്ടെന്ന് റിവാർഡ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോഴേക്കും അവർക്ക് അടുത്ത ഇമോഷൻ വരും. അങ്ങനെ ആ സിസ്റ്റത്തിൽ തന്നെ വലിയ മാറ്റം സംഭവിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് പൊതുവെ ഫോക്കസ് കുറവായി വരും. അതുപോലെ ക്ഷമ കുറയും. നമുക്ക് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ ലോങ് ടൈമിലോട്ട് നമ്മൾ ആ ഒരു ജോലി തന്നെ കാമായി ഡിസ്ട്രാക്ഷൻസിനൊക്കെ ഒഴിവാക്കി ചെയ്യാനുള്ളൊരു കഴിവ് വേണം. ചെയ്തിട്ട് നമുക്ക് കാത്തിരിക്കാൻ പറ്റണം. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആ ക്ഷമ കുറവാണ്. നമ്മൾ ഈ നല്ല ആളുകളോടൊക്കെ ഇടപെടുമ്പോൾ ഓക്സിറ്റോസിൻ പോലത്തെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. അത് നമ്മുടെ ബ്രെയിനിന് നല്ലതാണ്. എന്നാൽ നമ്മൾ ഈ നെഗറ്റീവായ ആളുകളുമായിട്ടൊക്കെ ഇടപെടുമ്പോഴേ സ്ട്രെസ് ഹോർമോൺസ്, കോർട്ടിസോൾ ഒക്കെ ഉണ്ടാവുന്നു. നമ്മുടെ ബ്രെയിനിന് ഹാമാണ്. സ്ഥിരം GPS ഒക്കെ ഇട്ട് യാത്ര ചെയ്യുന്ന ഡ്രൈവേഴ്സിൽ ഒരു പഠനം നടത്തി. അതെന്ന് മനസ്സിലായ കാര്യം, അവർക്ക് സ്പെഷ്യലായ കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ള കപ്പാസിറ്റി പൊതുവെ കുറവായിരുന്നു എന്നുള്ളതാണ്. ലാൻഡ് മാർക്സ് കാര്യങ്ങളൊന്നും അവർക്ക് ഓർത്ത് വെക്കാൻ കഴിയാതെ വന്നു. സോ അവരെ സംബന്ധിച്ച് അവരുടെ ഹിപ്പോ ക്യാമ്പസിന്റെ പെർഫോമൻസ് പതുക്കെ കുറഞ്ഞു വന്നു എന്നുള്ളതാണ്. സോ തലച്ചോറിനെ സംബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കും തോറും അതിന്റെ കപ്പാസിറ്റി കൂടും. ഏത് ഏരിയയിലാണ് അതിന്റെ ഉപയോഗം കുറയുന്നത് അത് കുറഞ്ഞു വരുന്നുള്ളതാണ്. തലച്ചോറുള്ള ശരീരം മൊത്തം അങ്ങനെയാണല്ലോ. മസിലൊക്കെ അല്ലേ, നമ്മൾ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യും തോറും അത് കൂടുതൽ സ്ട്രോങ് ആവും. നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് തളരുകയും ചെയ്യും. അടുത്ത പോയിന്റ്, നമ്മുടെ ബ്രെയിനിനെ നമുക്ക് റീവയർ ചെയ്യാൻ, നമ്മുടെ ബ്രെയിനിനെ മാറ്റാൻ ഉള്ളൊരു ടൂളാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതൊരു നല്ല ശീലം ഉണ്ടാവുന്നതാവാം, നമ്മൾ മോഹിക്കുന്ന ഒരു ലക്ഷ്യം നേടുന്നതാവാം, അത് നമ്മൾ നേടിയതിന് ശേഷമുള്ള ഒരു ലൈഫ് സ്റ്റൈല്, അപ്പോഴത്തെ നമ്മുടെ ഫീല്, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചേർത്ത് ഒന്നും വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നമ്മുടെ ന്യൂറൽ പാത്ത് വേയിൽ വരെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് പറയുന്നത്. സോ നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നമ്മൾ നിരന്തരം വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതായി ആദ്യം ബ്രെയിനിൽ മാറ്റം വരുന്നുള്ളതാണ്. നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്തിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മൾ പോലും അറിയാതെ അത് തേടുന്നുണ്ട് ഓരോ സ്ഥലത്തും. അത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിലോട്ട് ഇങ്ങനെ അടുക്കാനുള്ള വഴികൾ തേടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് നമുക്കൊരു ഐഡിയ കിട്ടും. ആ ഐഡിയ നമ്മൾ ഫോളോ ചെയ്യും. അത് നമ്മുടെ ലൈഫിനെ മാറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്തോട്ട് നമ്മൾ എത്തും എന്നുള്ളതാണ്. വിഷ്വലൈസേഷനെ കുറിച്ച് ലോകത്ത് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനൊരു പഠനത്തിൽ മനസ്സിലായ കാര്യം, പിയാനോ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാളിപ്പോൾ വായിക്കാതെ പകരം അയാൾ അത് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതൊന്ന് പിന്നീട് കുറച്ചു കാലം വിഷ്വലൈസ് ഒക്കെ ചെയ്തപ്പോൾ സംഭവിച്ചൊരു കാര്യം, അയാളുടെ കൈയിന്റെ ന്യൂറൽ കണക്ഷൻ ഇമ്പ്രൂവ് ആയിന്ന്. അയാൾ അത് ഉപയോഗിച്ചിട്ടേ ഇല്ല, ജസ്റ്റ് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അയാളുടെ കൈയിന്റെ ന്യൂറൽ കണക്ഷൻ ഇമ്പ്രൂവ് ആയി. അതേപോലെ US ഈ അത്ലീറ്റ്സിൽ നടത്തിയ പഠനത്തിൽ മനസ്സിലായത്, ഒരു വിഭാഗം ആളുകൾക്ക് അത്ലീറ്റ്സിന് പ്രാക്ടീസ് ചെയ്യാൻ റൂട്ടീൻ കൊടുത്തു, മറ്റൊരു വിഭാഗത്തിന് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യാനും റൂട്ടീൻ കൊടുത്തു. ഈ വിഷ്വലൈസ് ചെയ്യുന്ന ആളുകളിൽ ഫിസിക്കലി പെർഫോം ചെയ്യുന്ന ആളുകളെ പോലെ തന്നെ ഉള്ള മാറ്റങ്ങൾ കണ്ടു ശരീരത്തിൽ നിന്നാണ് പറയുന്നത്. സോ എല്ലാം ഇവിടെയാണ്. നമ്മൾ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ന്യൂറോൺസിന് വരെ മാറ്റങ്ങൾ വന്നിട്ട് നമ്മൾ പതിയെ അതായി മാറും. സോ ബ്രെയിൻ റീവയർ ചെയ്യുന്ന ഒരു മാർഗം കൂടിയാണ് ഈ വിഷ്വലൈസേഷൻ. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറുപ്പത്തിലുള്ള എനർജി, ഉത്സാഹം, സ്വപ്നങ്ങളൊക്കെ പ്രായമാവും തോറും കുറഞ്ഞു വരും. പിന്നെ ഒരു ചത്ത മനുഷ്യരെ പോലെ എന്തൊക്കെയോ ചെയ്ത്
ജീവിതത്തിൻ്റെ ഒരു നിറം ഭംഗിയൊക്കെ നഷ്ടപ്പെട്ട ആളുകളെ പോലെ ജീവിക്കുന്ന കണ്ടുണ്ടാവും. എന്നാൽ ചെറുപ്പത്തിൽ ഈ ഞാനൊക്കെ എന്ത് എനർജറ്റിക് ആയിരുന്നു എന്നൊക്കെ പിന്നെ മറ്റാരോടെങ്കിലുമൊക്കെ പറയുന്നൊക്കെ ഉണ്ടാവും. മറ്റു ചില ആളുകൾ പല ദുശീലങ്ങളും ഇഷ്യൂസും അതിലൊക്കെ പെട്ട് കിടക്കുന്നുണ്ടാവും. സോ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, വിഷ്വലൈസേഷൻ ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചാലേ അവർക്കും ആ പഴയ പോലെ എനർജറ്റിക് ആവാം, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ പറ്റും, അവരുടെ ബ്രെയിൻ ആക്ച്വലി റീവയർ ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ബ്രെയിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും. ചെയ്തു. ഇറ്റ്സ് മീ MK ജയദേവ്.